ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. രാവിലെ 7:45 സമയത്ത് എല്ലാവരും ഉറക്കമാണ്. ആ സമയത്ത് അനീഷ് ആൻ്റണി എന്ന ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് അവിടെ എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ അലങ്കോലമായി അതൊക്കെ വൃത്തിയാക്കി വെടിപ്പാക്കി ഇടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റ് അദ്ദേഹത്തിൻ്റെ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി കാണുന്ന കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നടപടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര നിർമ്മലമായ പച്ചയായ ഒരു ജീവിതം നയിക്കുന്ന അനീഷ് ആൻ്റണി എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പല യൂട്യൂബ് ചാനലുകളിലും പറയുന്നത് പോലെ നേരിട്ട് പോയി അവരുടെ നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് വലിയ വലിയ അഭിപ്രായങ്ങളാണ് പറയുന്നത്. വളരെ നല്ലൊരു വ്യക്തിത്വം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അവർക്കൊന്നും മതി വരുന്നില്ല. അവർ മതിപ്പോടുകൂടിയാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഷോയായിട്ട് നമുക്ക് മനസ്സിലാക്കണ്ട, കാരണം ആരും കാണുന്നില്ല, അദ്ദേഹം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ കോർണറിൽ ഫുള്ള് മരത്തിന്റെ ഇലകൾ വീണെടുക്കാണ്. കാറ്റുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുമോ എന്ന് പോലും ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല എന്ന് മനസ്സിലാക്കണം. എല്ലാം നനഞ്ഞിട്ടുണ്ട്, എല്ലാ ഭാഗവും നനഞ്ഞിട്ടുണ്ട്. ഇവിടേക്കാണ് കൂടുതൽ ഇലകൾ വീണിരിക്കുന്നത്. എല്ലാ ഭാഗവും നനഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് അദ്ദേഹം ഇതൊക്കെ ചെയ്ത് എല്ലാ ദിവസവും നമ്മളിത് കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അറിയുന്നില്ലല്ലോ. അദ്ദേഹത്തിന് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതാണ് കാര്യം. ഡ്രസ്സും എല്ലാ സാധനങ്ങളും നനഞ്ഞു. ബിഗ് ബോസ് ഹൗസിലെ വെളിം പ്രദേശത്തെ നനഞ്ഞ ഉരുപ്പടികളൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് അത് ഉണക്കുവാനിടുന്ന ആ ഒരു സീനാണ് നമ്മൾ കാണുന്നതെന്ന് ഓർക്കണം. ഇത്ര ആത്മാർത്ഥത ഒരു ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റിനും നമുക്ക് കാണുവാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല ബിഗ് ബോസിൻ്റെ ഒരു സീസണിൽ എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കണം. പാട്ട് വന്നതിന് ശേഷം അടിച്ചു വാരി വൃത്തിയാക്കേണ്ടി വരും ബിഗ് ബോസ്. ബിഗ് ബോസ് ഹൗസ് സ്വന്തം വീട് പോലെയോ അതിലൊക്കെ ഉപരിയായോ കാണുന്ന ഈ പച്ചയായ മനുഷ്യൻ, ഇദ്ദേഹമാണ് ശരിക്കും വിന്നറാകാൻ യോഗ്യതയുള്ള ഒരാളെന്ന് തോന്നിപ്പോവുകയാണ്. അറിയാതെ നമുക്ക് മനസ്സിലൊരു ആരാധന. സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ഒരു പരിസ്ഥിതി സ്നേഹി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഹൈലൈറ്റ്സ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ ഗസ്റ്റുകൾ വന്ന ഒരു BB ഹോട്ടൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വരികയാണ്. അപ്പോൾ അവരെത്തിച്ചേരുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഹുക്ക് ഇട്ട് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കാണും, അവരത് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ഗസ്റ്റായിട്ട് ആദ്യം വന്നത് അഖിൽമാരാരും ഗ്രൂപ്പുമായിരുന്നു. അപ്പോൾ അവർ വന്ന് അവരുടെ ഫിലിമിൻ്റെ പ്രൊമോഷനുമായിട്ട് വന്നിട്ട് അവർ തിരിച്ചു പോയി. പുതിയ ഗസ്റ്റുകളായിട്ട് വന്നിരിക്കുന്നത് സീസൺ 5 റിയാസ് കരീം, കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റിൽ വന്ന ശോഭ വിശ്വനാഥ്, ഇങ്ങനെ 2 പേരാണ് വന്നിരുന്നത്. അപ്പോൾ ഇവർ 2 പേരും വന്നത് ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഉള്ള ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാരെ ഒന്ന് ഷഫിൾ ചെയ്യുക എന്നാണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നു. അതായത് അതിനകത്ത് നല്ലപോലെ വിജയിച്ചത് ഷിയാസ് കരീം തന്നെയാണ്. അദ്ദേഹം ഒരു വലിയൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, അത് അനുമോൾ എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടിരുന്ന ഒരു പാവി, അവർ അതിന് കൂടുതൽ സമയം ചെലവഴിച്ച് അതിനോടൊപ്പം ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ കണ്ടൻറ്റ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് അദ്ദേഹം വന്നത്, അത് നേരെ എടുത്ത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് അത് ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതായത് അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ എവിടെയെങ്കിലും കാണും. ഒരുപക്ഷെ അവർ തിരികെ പോകുമ്പോൾ കിട്ടിയേക്കാമെന്ന് പറയുന്നു. എങ്കിൽ പോലും അതിൻ്റെ പേരിൽ അനുമോൾക്ക് വളരെ വിഷമം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അവരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അവർ തമ്മിലുള്ള ഷിയാസ് കരീമും അനുമോളും തമ്മിലുള്ള പിന്നെ കോൺവെർസേഷനിലും അവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും ആ ചെയ്തത് ഒരു വലിയ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അനുമോൾ അത് വിട്ടിട്ട് മറ്റ് കണ്ടൻറ്റിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് അവിടെ ഗെയിം ചേഞ്ച് അല്ലെങ്കിൽ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു.
ട്വിസ്റ്റ് കൊണ്ടുവന്നത് ഷിയാസ് കരീമിന് സാധിച്ചു. ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന മുൻ ഫൈനലിസ്റ്റ് കഴിഞ്ഞ സീസണിലെ സീസൺ 6 അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓവറോൾ എല്ലാവർക്കും ഒരു ഡയറക്ഷൻസ് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവർ ചോദിക്കുന്നവരോട് അവരുടെ അനുഭവങ്ങൾ പങ്കിടുക എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കൂടുതൽ സമയം അവർ അനീഷിനോടൊപ്പം ചെലവഴിച്ചെങ്കിലും അവസാന സമയത്ത് അതിൻ്റെ ഒടുക്കം വന്നപ്പോൾ അനീഷുമായി ചെറിയ പ്രശ്നങ്ങൾ, അനീഷിന് ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി. അതായത് GM ഹോട്ടലിൻ്റെ പ്രതികരിച്ചില്ല, കാരണം അവരെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊണ്ട് നടന്നിട്ടു എന്ന് പറഞ്ഞു അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. എന്തായാലും അതും അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് പ്ലാൻ അല്ലെങ്കിൽ ഗെയിം ആയിരിക്കാം. എന്തായാലും ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് അവർ തിരിച്ചുപോയി ഗസ്റ്റായിട്ട് വന്ന ഹോട്ടലിലെ ഈ 2 താരങ്ങളും അടുത്ത ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിലെ ഉണർത്തുപാട്ടാണ് നമ്മളുടെ കണ്ടൻറ്റ്. എന്തായാലും കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. ഗുഡ് ബൈ. ജയ് ഭാരത് മാത. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ്. ഒരു 10 ദിവസം